കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോടതി നടപടികളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടും പലതവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു. പ്രസ്തുത ജഡ്ജിനെ മാറ്റണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു കേസിലെ അതിജീവിത. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നീതിദേവതയുടെ ഒരു കണ്ണ് കെട്ടി തുലാസ് വെച്ചങ്ങനെ ഒരു ചിത്രം കാണുന്നില്ലേ? നിയമത്തെ കണ്ണുമൂടി സത്യത്തെ കണ്ണുമൂടി കെട്ടാൻ പറ്റില്ല എന്നുള്ളത്. കണ്ണുമൂടി കെട്ടാൻ പറ്റില്ല, പക്ഷെ കാശ് മൂടി ചിലപ്പോൾ കെട്ടാൻ പറ്റും. തീർച്ചയായിട്ടും കെട്ടാൻ പറ്റും. അല്ലെങ്കിൽ ഭീഷണി കൊണ്ടും കെട്ടാൻ പറ്റും. പല രീതികൾക്കും സത്യത്തെ മൂടി കെട്ടാൻ പറ്റും. ഇതേ സംഭവം തന്നെയാണ് മറ്റേ നടന്നല്ലോ, ഏതാ ആശാറാം ബാപ്പു, അങ്ങനെ ഒരാളുടെ അത് അദ്ദേഹം സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് സംഭവം. അല്ല, സുപ്രീം കോടതി അല്ല, അത് മേൽക്കോടതി സ്റ്റേ ചെയ്തു, അപ്പോൾ ശിക്ഷ മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കേസൊക്കെ വന്നു കണ്ടില്ലേ? അതാണ് ഞാനിപ്പോഴും പറയുന്നത്. സത്യത്തെ തുണി കൊണ്ട് കെട്ടി ഒഴിക്കാൻ പറ്റില്ല, പക്ഷേ കാശ് കൊണ്ടും ഭീഷണി കൊണ്ടും നമുക്ക് വേണമെങ്കിൽ കെട്ടി വയ്ക്കാം. അതാണ് ഇവിടെ നടന്നത്.